നമസ്കാരം. ഇന്ന് നമുക്കൊരു മാമ്പഴ വിശേഷമായാലോ? അപ്പോൾ ഒരുപാട് മാമ്പഴങ്ങൾ ഇപ്രാവശ്യം നമ്മൾ ഭക്ഷിച്ചിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഞാനും കുറേ വെറൈറ്റി മാങ്ങകൾ ഈ വർഷം കുറേ വെറൈറ്റി മാങ്ങകൾ ഞങ്ങൾക്ക് കിട്ടി. ഓരോരുത്തർ കൊണ്ടു തന്നിട്ടും വാങ്ങിയിട്ടും ഒക്കെ ഞങ്ങൾ കുറേ വെറൈറ്റികൾ പരീക്ഷിച്ച് നോക്കി. അപ്പോൾ അതിൽ സിന്ദൂരം മാങ്ങ, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. സിന്ദൂരം മാങ്ങ, പ്ലിയൂർ മാങ്ങ, മൽപ്പീലിയൻ, പിന്നെ അങ്ങനെ കുറേ വെറൈറ്റികൾ, അരിപ്പൊടിയൻ, പിന്നെ ചന്ദ്രക്കാരൻ, എല്ലാതും കിട്ടി ഈ പ്രാവശ്യം. അപ്പോൾ കുറേയൊക്കെ വാങ്ങിയതായിരുന്നു. പിന്നെ കുറേയൊക്കെ ആളുകൾ കൊണ്ടു തന്നു, വരുന്നവരൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ മാങ്ങകൾ വെറൈറ്റികൾ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മാമൻ്റെ വീട്ടിലൊക്കെ കുറേ തരം വെറൈറ്റി മാങ്ങകളുണ്ടായിരുന്നു. വെറൈറ്റി മാങ്ങകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പറമ്പ് നിറച്ച് മാവുകളായിരുന്നു. അതിലൊക്കെ ഇതുപോലെ കോമാങ്ങ, പ്രിയൂർ മാങ്ങ, മൽപ്പിലിയൻ, അങ്ങനെ പേരുകൾ, കുമ്പളങ്ങ മാങ്ങ, അപ്പോസ് മാങ്ങ, മൂവാണ്ടൻ, കോമാങ്ങ, അങ്ങനെ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും മാങ്ങ പേര് പോയിട്ട് സ്പൂൺ ബേബികളല്ലേ ഇപ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പൂളി ചെത്തി ഇങ്ങനെ കൊടുക്കുക, അവർ മൊബൈലിൽ നോക്കിയിരിക്കും, നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അതായിരിക്കും ഇപ്പോഴത്തെ കുട്ടികൾ. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ വെക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ സ്കൂൾ പൂട്ടി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കുട്ടികളും കൂടി, അയൽവക്കത്തെ കുട്ടികളൊക്കെ കൂടി ഒരു മാവിൻ്റെ ചോട്ടിലിരിക്കും. അപ്പോൾ ഒരു മാങ്ങ വീഴുമ്പോഴത്തേനും ഓടി ചെന്ന് അത് എടുക്കും. ഇപ്പോഴും എനിക്കൊക്കെ ഈ മാങ്ങ വീഴുമ്പോൾ ഓടി ചെന്ന് എടുക്കാനുള്ള ആ പ്രവണതയിൽ. ഇവിടെ പിള്ളേർക്കൊന്നും മാങ്ങ വീണാൽ അവിടെ കിടക്കുള്ളൂ, എടുക്കില്ല. അപ്പോൾ അതുപോലെയാണ് ഇപ്പോഴത്തെ ജനറേഷൻ. പണ്ടത്തെ ആ ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹാപ്പിയാണ്. കൂട്ടുകാരെല്ലാവരും വെക്കേഷന് ഈ മാങ്ങ പറക്കാൻ ഓട്ടണം. ചക്കര മാങ്ങ എന്ന് പറഞ്ഞിട്ടൊരു മാങ്ങയുണ്ട്, അതിൻ്റെ ചോട്ടിലിങ്ങനെ ഇരിക്കും വീണത് കാത്തിട്ട്. അപ്പോൾ അത് ഓടി ചെന്നെടുക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നും അറിയില്ല. ഇപ്പം മാങ്ങയുമില്ല, ചക്കയുമില്ല, ആർക്കും ഒന്നും വേണ്ട, എല്ലാം മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മാവൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. നമ്മൾ വിഷമില്ലാത്ത എല്ലാതും കഴിക്കാൻ, എല്ലാ ഫ്രൂട്ട്സുകളും പുറത്തുനിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന ഈ ഫ്രൂട്ട്സിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് നമ്മുടെ മാങ്ങയും ചക്കയൊക്കെ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. മാങ്ങ കുട്ടികൾക്ക് മാങ്ങ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ, മാങ്ങ കൊണ്ട് ചക്ക കൊണ്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.